അനുമോളിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അനുമോളിന് സപ്പോർട്ട് കൂടി. ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, എന്തിനാണ് ഈ കൊച്ചിന് ഇത്രയും കിടന്ന് പറഞ്ഞത്, ആ കൊച്ചു പിന്നെ കൂടുതൽ പറയാൻ പോയില്ലെന്നാ തോന്നുന്നു, ഞാൻ കൂടുതൽ കണ്ടില്ല. അപ്പൊ ഇത് കാണുന്നത്, ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഞാൻ ആലോചിച്ചിട്ട് എന്തിനാണ് ഇതിനായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ദേഷ്യം കൊണ്ട് സപ്പോർട്ട് കൂടുകയും ചെയ്യും, അല്ലെ? സത്യമല്ലേ? ബിഗ് ബോസ് സീസൺ മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ 7 സീസൺ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഓഡിയൻസ് സപ്പോർട്ട്, ഒരു പിആറും ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് സപ്പോർട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ. അതിപ്പം അഖിൽമാരാർ വരെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, റോബിൻ രാധാകൃഷ്ണനായിരുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് കൂടുതലുള്ളത്. അപ്പം ആ ഒരു റോബിൻ രാധാകൃഷ്ണൻ നോർമലി ഇൻ്റർവ്യൂക്കാർ അല്ലെങ്കിൽ മീഡിയക്കാരൊക്കെ ചോദിക്കുമല്ലോ അനുമോളെക്കുറിച്ച്. അപ്പോൾ കറക്റ്റായിട്ട് പുള്ളി പറയുന്നുണ്ട്, അവരകത്ത് ഒരു ഫൈനലിസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കുശുമ്പും കുന്നായ്മയല്ല കാണിക്കേണ്ടത്, നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക. അതിന് പകരം ഇവരെല്ലാവരും കൂടി അതിനെ എടുത്തിട്ട് ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ആക്രമിച്ചപ്പോൾ അത് കൂടുതൽ തിരിച്ചൊന്നും പറയാനും നിന്നില്ല. അപ്പം അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അകത്ത് കയറി ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആ ഡീഗ്രേഡിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ വോട്ട് അനുമോൾക്ക് നേടിക്കൊടുക്കുക എന്നുള്ള രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കാണുമ്പോൾ പുറമേയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒബ്വിയസ്ലി തോന്നുന്നത് എന്താ, അയ്യോ പാവ ഒരു കൊച്ച്, അതിനെല്ലാവരും ഇട്ടിട്ട് വിഷമിപ്പിക്കുന്നത്. അപ്പം നോർമലായിട്ട് പലർക്കും വോട്ട് കൊടുത്തോണ്ടിരുന്ന ആൾക്കാർ പോലും ഇതിനോടുള്ള സഹതാപം കൊണ്ട് ഇതിന് വോട്ട് കൊടുക്കുകയും ഇതൊരു ഏറ്റവും ടോപ്പിലോട്ട് വന്ന് ഏറ്റവും കൂടുതൽ വോട്ടോട് കൂടി ജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ കഷ്ടപ്പെടുത്തുന്ന ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് നമുക്കൊരു ദേഷ്യം തോന്നും ഓട്ടോമാറ്റിക്കലി, അത് ഫുൾ ഇതിനുള്ളൊരു വോട്ടായിട്ടാണ് എത്തുന്നത്. അപ്പം അത്ര പോലും ചിന്തിക്കാനുള്ള ബോധം ഈ പോയ ആൾക്കാർക്ക് ആർക്കും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അനുമോളോട് അത്ര ഫേവറേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു തോന്നുന്നു ഡോക്ടർ. അത് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ PR കൊണ്ട് ജയിക്കുന്ന ആരും ജയിക്കണ്ട. ഒബ്വിയസ്ലി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലുള്ള ഒരാൾക്ക് ഒരിക്കലും PRന്റെ സപ്പോർട്ടായിരുന്നില്ല, അതൊരു പ്യുവർ ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആരും അവിടെ ജയിക്കണ്ട, അല്ലാത്തൊരാൾ ജയിച്ചാൽ മതി എന്നാണ് ഡോക്ടറിൻ്റെ ആഗ്രഹം എന്നുള്ള രീതിയിൽ പുള്ളി ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അനുമോൾക്കെതിരെ കട്ട സപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവർ തന്നെ ബാക്കിയുള്ളവരെ സ്വന്തമായിട്ട് നെഗടിപ്പിച്ച് സ്വന്തമായിട്ട് ഡീഗ്രേഡ് ചെയ്യിപ്പിച്ച് അനുവിന് വോട്ട് നേടിക്കൊടുക്കുകയാണെങ്കിൽ ചെയ്യട്ടെ, ആ കൊച്ചു തന്നെ ജയിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. ആക്ച്വലി ഈ വീഡിയോയുടെ അടിയിലിട്ട കമൻറ്റുകൾ കണ്ടാലും ഭയങ്കര ട്രൂ ആണ്. ബിക്കോസ് പല ആൾക്കാരും പറയുന്നുണ്ട്, ഞാൻ ഇന്ന ആൾക്കാർക്കായിരുന്നു വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇന്ന ആൾക്കാർക്കായിരുന്നു വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച അനുമോൾ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ അനുമോൾക്ക് വോട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ എന്തോരം വോട്ടാണ് അനുമോൾക്ക് ഈ ഒരു കാര്യത്തിലൂടെ മറിച്ച് കിട്ടിയത്? ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായിരുന്നോ കാണിച്ചു കൂട്ടിയതിനെക്കുറിച്ച്? അപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അനുമോൾ ജയിച്ചാലും ഇത് PR എന്ന് പറഞ്ഞ് നടക്കും. ബട്ട് ആക്ച്വലി അനുമോളുടെ യഥാർത്ഥ PR എന്ന് പറഞ്ഞത് ഈ കയറി വന്ന അതായത് കണ്ടസ്റ്റൻ്റായിട്ട് ഔട്ടായി പോയിട്ട് തിരിച്ച് കയറി വന്ന റീഎൻട്രി നടത്തിയ ആൾക്കാരായിരുന്നു ശരിക്കും അനുമോൾക്ക് ഫിനാലെ വീക്കിൽ ശരിക്കും ഒരു PR ആയിട്ട് വർക്ക് ചെയ്തത്.